ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. പ്രൈസ് ദ ലോർഡ്. സുഖമായിരിക്കുന്നു എല്ലാവരും? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓക്കെ, അപ്പോൾ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പുതിയൊരു പാഠത്തിലേക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുകയാണ്. 2ാം ക്ലാസ്സിലെ എല്ലാ മിടുക്കന്മാരും മിടുക്കികളും എല്ലാം പുസ്തകങ്ങൾ, ബൈബിൾ, പെൻസിൽ എല്ലാമായിട്ട് റെഡി ആയിട്ടിരിക്കുവാന്നല്ലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് പുതിയ പാഠത്തിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ എന്തോ പഠിച്ചുകൊണ്ടിരുന്നേ? ആരെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നേ? ഏലിയാവിനെ കുറിച്ചായിരുന്നോ? ഓ, യേശുവിനെ കുറിച്ച് അല്ല, പിന്നെ ആരെക്കുറിച്ചായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? ഓ, വെരി ഗുഡ്. എല്ലാവരും വളരെ സ്മാർട്ടാണല്ലോ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ഏലീശയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ദൈവം ഏലീശ പ്രവാചകങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രവൃത്തികളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ പാഠത്തിലും നമ്മൾ ഏലീശയുടെ പ്രവാചകനിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളുടെ കണ്ടിന്യൂവേഷനാണ് ഈ പാഠത്തിലും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എത്രാമത്തെ പാഠമാണെന്ന് കൂട്ടുകാർക്കറിയാവോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. 15ഓ? അല്ല. 16ആണോ? അല്ല. പിന്നെ ഏതാ? 18ാമത്തെ പാഠം. എന്താ പാഠത്തിൻ്റെ പേര്? എല്ലാവരും ഒന്ന് ഉറക്കെ ഒന്ന് വായിച്ചേ. ടെക്സ്റ്റ് എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരുടെ കയ്യിലും. എല്ലാവരും ആ പാഠത്തിൻ്റെ തലക്കെട്ടൊന്ന് എല്ലാവരും വായിച്ച. പാഠത്തിൻ്റെ പേരെന്താണ്? കുഷ്ഠരോഗിയായ പട്ടാള ക്യാപ്റ്റൻ സൗഖ്യം പ്രാപിക്കുന്നു. ഓ, ഒരു പട്ടാളക്കാരനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വെറും പട്ടാളക്കാരനല്ല, പട്ടാളത്തിൻ്റെ ക്യാപ്റ്റൻ. പട്ടാളക്കാരെ എത്ര പേര് കണ്ടിട്ടുണ്ട്? കൈവൊക്കെ. എത്ര പേര് പട്ടാളക്കാരെ കണ്ടിട്ടുണ്ട്? ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? അവരെങ്ങനെ അവരുടെയൊക്കെ വേഷമൊക്കെ അല്ലേ? സാധാരണ പോലീസുകാരെ പോലെയാണോ പട്ടാളക്കാരുടെ വേഷം? അല്ല അല്ലേ? പ്രത്യേകിച്ച് അവരുടെ എല്ലാ പട്ടാളക്കാരുടെ കയ്യിലും എന്തുണ്ടാവും? തോക്കുണ്ടാവും അല്ലേ? തോക്കുണ്ടാവും. പിന്നെ അവരുടെ വേഷം എന്താ? ബൂട്ട്സ് കാണും, ഹെൽമറ്റ് കാണും. ഒരു തോക്ക് മാത്രമല്ല, അവർക്ക് വേറെ ഒരുപാട് വെപ്പൺസൊക്കെ അവരുടെ കയ്യിൽ കാണും അല്ലേ? എപ്പോഴും ഇങ്ങനെ റെഡി ആയിട്ട്, സ്റ്റഡി ആയിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ പട്ടാളക്കാർ. അപ്പം നമ്മുടെ രാജ്യത്തിലും ഒത്തിരി പട്ടാളക്കാരൊക്കെ ഉണ്ടല്ലേ? ഒത്തിരി പേര് ബോർഡേഴ്സിലൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലെന്നേ? കുറേ നാൾക്ക് മുമ്പ് ടി വിയിലൊക്കെ വാർത്തയിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പട്ടാളക്കാർ ചൈന ഇന്ത്യയുടെ അതിർത്തിയിലൊക്കെ പോയി ഈ യുദ്ധമൊക്കെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ, ആ വാർത്തയൊക്കെ വന്നപ്പം എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടില്ലേ? പട്ടാളക്കാർ, നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടാളക്കാർ മിടുക്കർ, അവർ നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാവൽ നിൽക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ വെറുതെ കൈവെട്ടി നിൽക്കുവാന്നോ? അല്ല, അവരുടെ കയ്യിൽ എപ്പോഴും ആയുധം ഉണ്ടാവും. അവർ ഉറക്കം തൂങ്ങി നിൽക്കുവാന്നോ? അല്ല, എപ്പോഴും അവർ റെഡി സ്റ്റഡി. എപ്പോഴായാലും ആര് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് വന്നാലും അവർക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ റെഡിയായിട്ട് നമ്മുടെ പട്ടാളക്കാർ നിൽക്കുക. അന്നേരം അവർക്ക് വേണ്ടിയൊക്കെ നമ്മുടെ കൂട്ടുകാർ പ്രാർത്ഥിക്കണം കേട്ടോ, നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയൊക്കെ. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു പട്ടാളക്കാരൻ മാത്രമല്ല, എന്താ തലക്കെട്ടി പറഞ്ഞിരിക്കുന്നത്? പട്ടാളത്തിൻ്റെ ക്യാപ്റ്റൻ. ഇപ്പോൾ ഒത്തിരി ആൾക്കാരുടെ ഒരു ലീഡറായ ഒരു ക്യാപ്റ്റനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കഥ സംഭവിക്കുന്ന അരാം എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് കേട്ടോ. അരാം എന്ന് പറയുന്ന രാജ്യത്ത്. അപ്പോൾ ഈ അരാം രാജ്യത്തെ രാജാവിൻ്റെ പട്ടാളത്തിൻ്റെ ഒരു ക്യാപ്റ്റനായിരുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ വ്യക്തി. ആ വ്യക്തിയുടെ പേരെന്താണെന്നറിയാമോ? നയമാൻ. എന്താ? നയമാൻ. അപ്പോൾ ഈ നയമാൻ 2 രാജാക്കന്മാരുടെ പുസ്തകം 5ാം അധ്യായത്തിൽ ആ നയമാനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മിടുക്കനായ ഒരു വ്യക്തിയായിരുന്നു. ആരെയും കൂസാത്ത വ്യക്തിയായിരുന്നു. രാജാവ് എന്ത് പറഞ്ഞാലും അതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മിടുക്കനായ, കാര്യവിചാരമുള്ള, പക്വതയോടെ, ജ്ഞാനത്തോടെ എല്ലാം നല്ല റെഡിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? നയമാൻ. അപ്പോൾ രാജാവിന് തീർച്ചയായിട്ടും പ്രത്യേകമായൊരു താല്പര്യം കാണും. നിങ്ങളുടെ സ്കൂളിലുമൊക്കെ അങ്ങനെയല്ലേ? ടീച്ചേഴ്സ് പറയുന്ന കാര്യം, അന്ന് ഹോംവർക്ക്സ്, പഠിക്കുന്ന കാര്യങ്ങൾ, എക്സാം, ഇതിനെല്ലാം നല്ല മാർക്കും ടീച്ചേഴ്സ് പറയുന്നത് പോലെ എല്ലാം ചെയ്യുകയും ക്ലാസ്സിൽ നല്ല അച്ചടക്കവും ടീച്ചർ പറയുന്നത് പോലെയൊക്കെ ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളെ ടീച്ചേഴ്സിന് പ്രത്യേക ഇഷ്ടമല്ലേ? അതുപോലെ തന്നെയാണ് ഈ രാജാവിനും ഈ നയമാനോട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും ഈ നയമാനോട് രാജാവ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നയമാനോട് സംസാരിച്ചിട്ട് മാത്രമേ കാര്യങ്ങളെല്ലാം ഈ രാജാവ് തീരുമാനിക്കുകയുള്ളായിരുന്നു. ഏത് രാജ്യമാണത്? അരാം രാജ്യം. അപ്പോൾ ഈ അരാം രാജ്യത്തെ ആൾക്കാർക്കൊന്നും ദൈവമായ യഹോവയെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടൊന്നും ഇല്ലായിരുന്നു. അവർക്കൊന്നും വലിയ അറിവില്ലായിരുന്നു. അപ്പോൾ ഈ രാജ്യം ഇവരെല്ലാവരും പണ്ട് കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ രാജ്യങ്ങളായാലും രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ.
അന്നേരം ഇവരുടെ എല്ലാം ഉദ്ദേശം എന്താ? ഇവരെല്ലാവരും പോയി അടുത്തടുത്തുള്ള രാജ്യങ്ങളെല്ലാം ആക്രമിക്കുക, അവരെ തോൽപ്പിക്കുക, ആ രാജ്യം ഈ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുക, അങ്ങനെ അവിടെ രാജ്യം വലുതാക്കുക. ഇതായിരുന്നു അവരുടെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ, അന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു ഈ ആരാം രാജാവും. അപ്പോൾ അടുത്തടുത്തുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ യുദ്ധങ്ങളൊക്കെ ചെയ്യുക, അവരെയെല്ലാം പിടിച്ചുകൊണ്ട് വരിക, അവർ കീഴടക്കി, അവർ തോൽപ്പിച്ച ആ സ്ഥലം ഇവരുടെ രാജ്യത്തോട് കൂടി ചേർക്കുക. അന്നേരം ആ സ്ഥലം ഈ രാജാവിൻ്റെ കീഴിലായിത്തീരും. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയം ഒരു പ്രാവശ്യം ഈ ഇസ്രായേലിനോടും ഇവർ യുദ്ധത്തിന് പോയിരുന്നു. അന്നേരം അവിടെ കുറച്ച് സ്ഥലമെല്ലാം ഇവർ ആരായിരുന്നു? ആരാം രാജ്യം. അവർ ഈ ആരാം രാജ്യം കീഴടക്കിയിരുന്നു. അന്നേരം ആ രാജ്യത്തുള്ള ആൾക്കാരെയെല്ലാം ഇവർ പിടിച്ചുകൊണ്ട് വരുമായിരുന്നു. അവരുടെ അടിമകളെ അറിയാമല്ലോ, വേലക്കാരെ പോലെ അവർ പിടിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഈ നയമാൻ ആരായിരുന്നു? ആരാം രാജ്യത്തിൻ്റെ പട്ടാളത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഈ നയമാൻ്റെ വീട്ടിലും ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇസ്രായേൽ രാജ്യത്തിലുള്ള പെൺകുട്ടിയായിരുന്നു. അവളെ ഈ നയമാൻ്റെ വീട്ടിൽ ജോലിക്ക് അവർ വെച്ചിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, ഒരു കൊച്ചു പെൺകുട്ടി. പക്ഷേ അവൾ മിടുക്കിയായിരുന്നു. ദൈവമായ യഹോവയെക്കുറിച്ച് നല്ല അറിവുള്ള കുട്ടിയായിരുന്നു. കാര്യം എന്താണെന്നറിയാവോ? അവളുടെ പപ്പയും മമ്മിയും എല്ലാം കൊച്ചുപ്രായം മുതൽ അവളോട് ദൈവമായ യഹോവയെക്കുറിച്ച് പറഞ്ഞിരിക്കണം. അവൾക്ക് ന്യായപ്രമാണം, ആ ദൈവത്തിൻ്റെ വചനം നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ ദൈവമായ യഹോവയെക്കുറിച്ച് പറയാൻ അവൾ വളരെ മിടുക്കിയായ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിലുള്ള എല്ലാ കൂട്ടുകാരും അങ്ങനെ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ടീച്ചർ എല്ലാ ക്ലാസ്സിലും പറയുന്നേ ബൈബിൾ വായിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാവോ? ദൈവവചനം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കാനാണ്. ഓക്കെ. അന്നേരം ഈ പെൺകുട്ടി ആരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്? നയമാൻ്റെ വീട്ടിൽ. എന്തായിരുന്നു ആ പെൺകുട്ടിയുടെ ജോലി? എന്തായിരുന്നു? വീട്ടുജോലിക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പിന്നെ ഈ നയമാന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു അവൻ ഭയങ്കര ധീരനായിരുന്നു, വീരനായിരുന്നു, ശൂരനായിരുന്നു. ഓക്കെ, അതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരുന്നു നയമാന് ഒരു വലിയ അസുഖം ഉണ്ടായിരുന്നു. അസുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയമാൻ്റെ ശരീരം മുഴുവനും വ്രണം കൊണ്ട് നിറഞ്ഞു. വ്രണം അറിയാവോ? മുറിവ് പോലെ, ഈ പൊള്ളൽ പോലെ വരും. പിന്നെ അവിടെ പഴുക്കും, പിന്നെ അഴുകും, പിന്നെ ആ മാംസമെല്ലാം അങ്ങ് അഴുകി പോകും. ആ രോഗത്തിൻ്റെ പേരെന്താണെന്നറിയാവോ കൂട്ടുകാർക്ക്? കുഷ്ഠരോഗം എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിപ്പം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും നമുക്ക് കാണാനില്ല. കാരണം ഇപ്പം അങ്ങനത്തെ രോഗമൊന്നും ഇവിടെയൊന്നുമില്ല. പക്ഷേ ഒരുപാട് അങ്ങനത്തെ രോഗികൾ നമ്മുടെ രാജ്യത്തുണ്ട്. നിങ്ങൾ മദർ തെരേസയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മദർ തെരേസ, എത്ര കൂട്ടുകാർക്ക് മദർ തെരേസയെ അറിയാം? നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തിൽ കൊൽക്കത്ത, പണ്ടത്തെ കൽക്കട്ട, ഇന്നത്തെ കൊൽക്കത്തയിൽ ഒരുപാട് കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച ഒരു ധീര വനിത അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു മദർ തെരേസ. മദർ തെരേസയ്ക്ക് സമാധാനത്തിനുള്ള സമ്മാനമൊക്കെ കൊടുത്ത് രാജ്യം ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നു. കാരണം ഒത്തിരി കുഷ്ഠരോഗികളെ ഒക്കെ അവർ ശുശ്രൂഷിച്ചു, കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി. അപ്പോൾ പിന്നെ ഒറീസയിലൊരു ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ മിഷണറിയെ എത്ര പേർക്കറിയാം? അപ്പോൾ അവർ ചെയ്തിരുന്ന ശുശ്രൂഷയും ഇത് തന്നെയായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഗ്രഹാം സ്റ്റെയിൻസിനെയും കൊച്ചു കുഞ്ഞുങ്ങളെയും സുവിശേഷ വിരോധികൾ അവരെ കൊന്നുകളഞ്ഞു. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അന്നേരം അതുപോലെ ഒരു രോഗമായിരുന്നു ഈ നയമാനുമുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടാൽ അറയ്ക്കും, ഭയങ്കര സ്മെല്ലായിരിക്കും. ആര് കണ്ടാലും അടുത്ത് പോകാൻ തോന്നത്തില്ല, തൊടാൻ തോന്നത്തില്ല, അടുത്ത് ചെന്ന് സംസാരിക്കാൻ തോന്നത്തില്ല. പക്ഷേ ആ രാജ്യത്തിൻ്റെ രാജാവിന് ഈ നയമാനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ രോഗം എന്നും ഈ നയമാന് ഭയങ്കര വിഷമമായിരുന്നു. നയമാൻ്റെ കുടുംബക്കാർക്ക് വിഷമമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടും അന്ന് ആ രോഗത്തിനുള്ള ചികിത്സയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അന്നേരം ഈ നയമാൻ ആ കാര്യം ഒത്തിരി വിഷമമായിരുന്നു, അല്ലേ? നമുക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ ആൾക്കാർ എന്തെങ്കിലും വളരെ വലിയ അസുഖമൊക്കെ ഉള്ള ആൾക്കാരെയും കൂട്ടുകാരെക്കുറിച്ച് നിങ്ങളുടെ പപ്പയും മമ്മിയൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അന്നേരം അവർക്കൊക്കെ എന്ത് വിഷമമായിരിക്കും. അവർ ഭയങ്കര ചിലരൊക്കെ ഉണ്ടായിരിക്കാം ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുന്ന. പക്ഷേ മിക്കവാറും ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും, അല്ലേ? അപ്പോൾ ഒത്തിരി വേദനയുണ്ടാവും. ഈ കുഷ്ഠരോഗം എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത അസുഖമാണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് അവരുടെ ഈ നമ്മുടെ കൈയുടെ വിരളൊക്കെ ഇല്ലേ, ഈ അറ്റമെല്ലാം ഇതിങ്ങനെ മുറിഞ്ഞങ്ങ് പോകും. നമ്മുടെ ഈ മാംസങ്ങളെല്ലാം അഴുകി അങ്ങ് പോവും, വിരലെല്ലാം അറ്റങ്ങ് പോവും. അപ്പം ശരീരഭാഗത്തുള്ള മാംസമെല്ലാം അഴുകിപ്പോവും. ഇത് വല്ലാത്ത ഒരു രോഗമാണ് ഈ കുഷ്ഠരോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖമായിരുന്നു ഈ നയമാനുള്ളത്. പക്ഷേ എന്നിട്ടും
നയമാൻ തന്നെ ഏൽപ്പിച്ചിരുന്ന ജോലിയിൽ അവൻ ലീവൊന്നും വാങ്ങിക്കാതെ വിശ്വസ്തനായിട്ട് രാജാവ് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന ഒരു മിടുക്കനായ പട്ടാളത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നു ആര്? നയമാൻ. വെരി ഗുഡ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ നയമാൻ്റെ വീട്ടിൽ ആരുണ്ടെന്നാണ് പറഞ്ഞ ആദ്യം? നയമാൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നയമാൻ്റെ ഭാര്യയുണ്ട്. പിന്നെ ആരാ അവിടെ ജോലിക്ക് നിൽക്കുന്നത്? ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ആരായിരുന്നു? ഇസ്രായേലിലെ ഒരു പെൺകുട്ടിയായിരുന്നു അല്ലേ? ഇസ്രായേൽ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഇസ്രായേൽ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താ? ദൈവത്തിൻ്റെ സ്വന്തം ജനമല്ല ഇസ്രായേൽ. നമ്മൾ അവരെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പെൺകുട്ടിയായിരുന്നു ഈ നയമാൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി എല്ലാ ദിവസവും കാണും ഈ നയമാൻ്റെ വേദനയും, നയമാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് നയമാൻ്റെ ശരീരത്തുണ്ടാകുന്ന വേദനയും, നയമാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും, നയമാൻ്റെ ഭാര്യ അതിനേക്കാളും വിഷമവും കരച്ചിലും ദുഃഖവും എല്ലാം ആര് കണ്ടുകൊണ്ടിരിക്കുകയാണ്? ഈ പെൺകുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇവൾ എന്ത് ചെയ്തെന്നറിയാവോ? ഇവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുക, അവൾക്ക് നല്ല വിശ്വാസമുണ്ട്, അവരാരാധിക്കുന്ന ദൈവമായ യഹോവയ്ക്ക് ഇതിനൊരു സൗഖ്യം കൊടുക്കാൻ കഴിയുമെന്ന് ഈ പെൺകുട്ടിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം അവൾ ഒത്തിരി അത്ഭുതങ്ങൾ, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, തൻ്റെ ജനമായ ഇസ്രായേലിനെ നടത്തിയ കാര്യങ്ങളെല്ലാം പപ്പയും മമ്മിയും പറഞ്ഞതെല്ലാം ഈ പെൺകുട്ടിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഒരു ദിവസം എന്ത് ചെയ്തെന്നറിയാമോ? ഈ പെൺകുട്ടി പതിയെ പതിയെ ഈ നയമാൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, യജമാനത്തി, ഞാനൊരു കാര്യം പറയട്ടെ. യജമാനന് ഞങ്ങളുടെ രാജ്യമായ ഇസ്രായേലിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഒരു പ്രവാചകനുണ്ട്, ഏലിശ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഈ യജമാനന് അല്ലെങ്കിൽ നയമാന് സൗഖ്യം വരുമെന്ന് ഈ പെൺകുട്ടി ആരോടാ പറഞ്ഞത്? നയമാൻ്റെ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ നയമാൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ അവർ സൗഖ്യം കൊടുക്കുമോ? ഓക്കെ, എന്തായാലും അവർക്ക് എന്ത് ചെയ്യാനും അവർ റെഡിയായിട്ടിരിക്കുക, എങ്ങനെയെങ്കിലും അവർക്ക് സൗഖ്യം കിട്ടിയാൽ മതി. അങ്ങനെ എന്ത് ചെയ്തു? നയമാൻ്റെ ഭാര്യ ഓടിച്ചെന്ന് നയമാനോട് ഈ വിവരം പറഞ്ഞു. നയമാൻ ഓടിച്ചെന്ന് അന്നേരം തന്നെ രാജാവിനോട് പറഞ്ഞു, യജമാനനെ ഇങ്ങനെ ഒരു വർത്തമാനം എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടി എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്തോ വേണം. അപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷം. അപ്പോൾ തൻ്റെ ഭൃത്യനായ ഈ നയമാന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ രാജാവിനും ഒത്തിരി സഹായമാണ്. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, ഓക്കെ, ഇത്രയും പെട്ടെന്ന് ഇനി താമസിക്കേണ്ട, നീ ആ രാജ്യത്തേക്ക് കടന്നു പോവുക, ആ രാജ്യത്തെ രാജാവിന് ഞാനൊരു കത്തും തന്നു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ഒരു കത്ത് എഴുതി കൊടുത്തു വിട്ടു നയമാന്. കാരണം അവർ വേറൊരു രാജ്യത്തേക്ക് പോവുകയാണ്. അങ്ങനെയൊന്നും അവർക്ക് പോകാൻ അന്നത്തെ കാലഘട്ടത്തിലൊന്നും പറ്റുകയില്ല. വേറൊരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്ത് നയമാൻ ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു പട്ടാളത്തിൻ്റെ ശതാധിപൻ അല്ലെങ്കിൽ ക്യാപ്റ്റനും കൂടെയാണ്. ഇങ്ങനെ പോയി കഴിയുമ്പോൾ അവിടുത്തെ രാജ്യക്കാർ വിചാരിക്കുന്ന യുദ്ധത്തിന് വരുവാന്നൊക്കെ വിചാരിച്ചാലോ എന്ന് വിചാരിച്ച് ഈ അരാം രാജാവ് ഒരു കത്തെഴുതി കൊടുത്തു വിട്ടു. കത്തെഴുതി പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഭൃത്യനായ നയമാൻ ഇന്ന അസുഖമായതുകൊണ്ട് അവന് സൗഖ്യം വരുത്താൻ വേണ്ടി നിൻ്റെ അടുക്കൽ ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കത്തും എഴുതി കൊടുത്തു. നയമാൻ ഒറ്റയ്ക്കല്ല പോയത്, അവർ വെറും കൈയോടെ ഒന്നുമല്ല പോയത്. ഒത്തിരി സമ്മാനങ്ങളൊക്കെ ആയിട്ട് നയമാൻ്റെ കൂടിന് കുറേ ഭൃത്യന്മാരെന്ന് പറഞ്ഞാൽ ദാസന്മാരെയും അവരുടെ കുറേ വേലക്കാരെയും എല്ലാവരെയും കൂട്ടി രാജാവ് യാത്രയാക്കി. അങ്ങനെ അവർ യാത്ര ചെയ്ത് ഈ രാജ്യത്ത് എത്തി. അങ്ങനെ അവിടെ ചെന്ന് നേരെ അവിടുത്തെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഈ കത്ത് കാണിച്ചതും ഈ രാജാവിന് അത്ഭുതം തോന്നി. വേറൊരു രാജ്യത്തെ ഒരു പട്ടാളക്കാരൻ എൻ്റെ രാജ്യത്ത് വന്ന് സൗഖ്യം പ്രാപിക്കാൻ വന്നിരിക്കുന്നു, ഇതെന്തൊരു അത്ഭുതമാണ്. അങ്ങനെ ഈ കാര്യം ആ രാജ്യത്തെ ദൈവത്തിൻ്റെ പ്രവാചകനായി ഏലിശ അറിഞ്ഞു. ഏലിശ പെട്ടെന്ന് തന്നെ അവരെ തൻ്റെ അടുക്കൽ അയക്കാൻ വേണ്ടി രാജാവിനോട് ആളയച്ചു പറഞ്ഞു. അങ്ങനെ ഈ രാജാവ് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഈ ഞങ്ങളുടെ രാജ്യത്ത് ഒരു ദൈവത്തിൻ്റെ ദാസനായ ഒരു പ്രവാചകനായ ഏലിശ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പെട്ടെന്ന് തന്നെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്തു? വളരെ സന്തോഷത്തിൽ ഏലിശയുടെ അടുക്കൽ കടന്നു പോകാൻ വേണ്ടി അവിടെ നിന്ന് യാത്ര ചെയ്തു. അപ്പോൾ നേരത്തെ ആ പെൺകുട്ടി എന്താ പറഞ്ഞത്? ഞങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൗഖ്യം പ്രാപിക്കുമെന്നല്ലേ പറഞ്ഞേ. അന്നേരം ഈ നയമാൻ ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി പ്രതീക്ഷയോടെ ഇങ്ങനെ പോവുക. അപ്പം നയമാൻ വിചാരിച്ച് എന്താണെന്നറിയാവോ? അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഏലിശ ഇങ്ങോട്ട് ഇറങ്ങി വരും. ഏലിശ പ്രവാചകൻ ഇറങ്ങി വന്ന് അവൻ്റെ തലയിൽ കൈവെക്കും, അല്ലെങ്കിൽ ശരീരത്ത് കൈവെക്കും, അല്ലെങ്കിൽ കൈയൊന്ന് കാണിക്കും, അന്നേരം പ്രാർത്ഥിക്കും, അന്നേരം സൗഖ്യം കിട്ടും, സന്തോഷത്തോടെ തിരിച്ചു വരാം, സമ്മാനമെല്ലാം കൊടുത്ത് സന്തോഷത്തോടെ തിരിച്ചു വരാം. ഇങ്ങനെയെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് നയമാൻ ഇങ്ങനെ പോവുകയാണ്. അവിടെ ചെന്ന് എത്താറായപ്പോൾ ഏലിശയ്ക്ക് വിവരം കിട്ടി, ഇങ്ങനെ നയമാനും ആൾക്കാരും എല്ലാം തന്നെ കാണാൻ വേണ്ടി വരികയാണ്. ഏലിശ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആളയച്ചു. ഏലിശയുടെ ഒരു ശിഷ്യനെ അയച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ചെന്ന് യോർദാൻ എന്ന് പറയുന്ന നദിയിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ നിനക്ക് സൗഖ്യം വരുമെന്ന്.
ഷോ, എന്തൊരു കാര്യമല്ലേ. നായമാൻ വലിയ കാര്യത്തിൽ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ ഏലീശ പറഞ്ഞ കാര്യം എന്തുവാ? ഏലീശ പുറത്തോട്ട് വന്നതുപോലുമില്ല, നായമാനെ കാണാനേ വന്നില്ല. അന്നേരം ഏലീശ എന്താ പറഞ്ഞത്? ഭൃത്യൻ വഴി ആളയച്ച വിവരം പറയുന്നത്. ആരാ വന്നിരിക്കുന്നത്? മറ്റേ രാജ്യത്തെ, അരാം രാജ്യത്തെ വലിയൊരു പട്ടാളക്കാരൻ വന്ന് നിൽക്കുക. പട്ടാളക്കാരനല്ല, പട്ടാളത്തിൻ്റെ ക്യാപ്റ്റൻ വന്ന് നിൽക്കുക. അന്നേരം ഏലീശ എന്താ പറഞ്ഞത്? ഏലീശ ഒരു ഭൃത്യൻ വഴി പറയുക, പെട്ടെന്ന് പോയി എന്താ ചെയ്യാനാ പറഞ്ഞത്? യോർദാൻ നദിയിൽ എത്ര പ്രാവശ്യം മുങ്ങണം? 7 പ്രാവശ്യം മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ നിനക്ക് സൗഖ്യം വരും. ഇത് കേട്ട പാടെ നയമാൻ അങ്ങ് ഭയങ്കര ദേഷ്യം വന്നു. നയമാൻ എന്തോ വിചാരിച്ചുകൊണ്ട് വന്നേ, ഇങ്ങനെ കൈയെടുത്ത് വെക്കുവോ പ്രാർത്ഥിക്കുവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ സൗഖ്യം വരും. പക്ഷേ അവൻ വിചാരിച്ചതിലും നേരത്തെ, അതും എന്തോ യോർദാൻ നദിയിൽ പോകണം, എന്നിട്ട് എന്ത് ചെയ്യണം? 7 പ്രാവശ്യം ആ നദിയിൽ മുങ്ങി കുളിക്കണം, മുങ്ങി പൊങ്ങണം. നമ്മൾ യോർദാൻ നദിയുടെ പ്രത്യേകതയെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചല്ലോ, എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. അത് മാത്രമല്ല, നേരത്തെ ആൻറ്റി പറഞ്ഞില്ലേ ഈ കുഷ്ഠരോഗത്തിൻ്റെ പ്രത്യേകത, ഈ ശരീരമെല്ലാം ഇങ്ങനെ മുറിവുകളാണ്. അന്നേരം നമുക്ക് ചെറിയൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇച്ചിരി വെള്ളം വീണ് കഴിഞ്ഞാൽ എന്തുമായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും തുള്ളിച്ചാടും. നല്ല സുഖം എന്ന് പറഞ്ഞു. ആരാ അങ്ങനെ തുള്ളിച്ചാടുന്നത്? അല്ലല്ലേ, ഭയങ്കര നീറ്റലും വേദനയായിരിക്കും. അന്നേരം ഈ മനുഷ്യൻ്റെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും മുറിവുകൾ ഈ ശരീരം മുഴുവനും ഉള്ളപ്പോൾ ഈ മനുഷ്യൻ ആ നദിയിൽ ഇറങ്ങി മുങ്ങി പൊങ്ങാന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു പ്രയാസമായിരിക്കും അല്ലേ. അതും കൂടെയൊക്കെ ആയപ്പോൾ ഈ നയമാന് ഭയങ്കര ദേഷ്യം വന്നിട്ട് പറഞ്ഞു, മുങ്ങി കുളിക്കാനായിരുന്നെങ്കിൽ ഞങ്ങളുടെ അരാം രാജ്യത്ത് നല്ല മനോഹരമായ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമുള്ള എത്രയോ നദിയുണ്ട്, അവിടെ ചെന്ന് എനിക്ക് മുങ്ങി കുളിച്ചുകൂടായോ? ആ മുങ്ങി കുളിക്കാൻ വേണ്ടി ഞാനിനി ഇസ്രായേൽ വരെ ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ട് തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അന്നേരം പെട്ടെന്ന് തന്നെ നയമാൻ്റെ ഒരു ഭൃത്യൻ ഓടി വന്ന് പറഞ്ഞു, യജമാനനെ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നു, എന്തായാലും വേറെ ഒരു ചിലവൊന്നുമില്ല, എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അല്ല എങ്കിൽ നമുക്കങ്ങ് തിരിച്ചു പോകാം. എന്തായാലും പറഞ്ഞതനുസരിച്ചില്ല എന്ന് വേണ്ട. അദ്ദേഹം പറഞ്ഞത് ഒരു ദൈവഭൃത്യനാണെന്ന് എല്ലാവരും പറഞ്ഞല്ലോ, എന്തായാലും ഒന്ന് 7 പ്രാവശ്യം മുങ്ങിയാൽ മതിയല്ലോ, 7 പ്രാവശ്യം മുങ്ങിയിട്ട് നമുക്ക് നോക്കാം, ഇല്ല എങ്കിൽ നമുക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് ഈ നയമാൻ ഓക്കെ അവരെല്ലാവരും പറഞ്ഞപ്പോൾ നയമാൻ സമ്മതിച്ചു. അങ്ങനെ യോർദാൻ നദിയിൽ പതിയെ ഇറങ്ങി. എത്ര പ്രാവശ്യം മുങ്ങി കുളിക്കാനാണ് പറഞ്ഞത്? 7 പ്രാവശ്യം. നയമാൻ ഇറങ്ങി, ഒന്ന് മുങ്ങി പൊങ്ങി ശരീരമൊക്കെ നോക്കി, ഒരു ചേഞ്ചും ഇല്ല, നോ ചേഞ്ച്. രണ്ടാമത്തെ പ്രാവശ്യമായി, നോ ചേഞ്ച്. 3ആയി, 4ആയി, ഇനി എത്ര പ്രാവശ്യമുണ്ട്? 5, കൗണ്ട് ചെയ്തേ, അടുത്ത് 6 പ്രാവശ്യം മുങ്ങിയിട്ടും ഒരു ചേഞ്ചും ഇല്ല. നയമാൻ സ്വാഭാവികമായിട്ട് എന്തായി കാണും? ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയി. എന്തായാലും ഭൃത്യന്മാർ ഇവിടെ നിന്ന് പറയാം, യജമാനൻ 1 പ്രാവശ്യം കൂടെ ഉള്ളൂ, ഇനി എത്ര പ്രാവശ്യം കൂടെ മുങ്ങണം? 1 പ്രാവശ്യം കൂടെ. എന്തായാലും നയമാൻ വിചാരിച്ചു 1 പ്രാവശ്യം കൂടെ പൊങ്ങി അങ്ങ് തിരിച്ച് രാജ്യത്തേക്ക് മടങ്ങിപ്പോകാം. പക്ഷേ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു കേട്ടോ. 7ാമത്തെ പ്രാവശ്യം നയമാൻ പൊങ്ങി വന്ന് ശരീരം നോക്കിയപ്പോൾ ഉണ്ടല്ലോ, കൊച്ചു കുട്ടികളുടെ, നിങ്ങളുടെയൊക്കെ സ്കിന്നൊന്ന് നോക്കിയേ, എല്ലാവരും കൈ മുഖമൊക്കെ ഒന്ന് തൊട്ട് നോക്കിയേ. നിങ്ങളുടെ പപ്പയുടെയും മമ്മിയുടെയും സ്കിൻ പോലെയൊക്കെയാണോ നിങ്ങളുടെ സ്കിന്നൊക്കെ? അല്ലല്ലോ, വെരി ബ്യൂട്ടിഫുൾ ആൻഡ് സ്മൂത്ത് അല്ലേ, സോഫ്റ്റ് ആൻഡ് സ്മൂത്ത്. അതാ കൊച്ചു കുട്ടികളുടെ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ ത്വക്കിൻ്റെ പ്രത്യേകത. ഇതുപോലെ നയമാൻ്റെ സ്കിന്നുമായി മാറി. നയമാൻ്റെ സ്കിന്നിലൊക്കെ എന്തുണ്ടായിരുന്നു? ഒത്തിരി വ്രണങ്ങളുണ്ടായിരുന്നു, മുറിവുകളുണ്ടായിരുന്നു. കൈയൊക്കെ ആൻറ്റി ആദ്യം പറഞ്ഞില്ലേ കുഷ്ഠരോഗത്തിൻ്റെ പ്രത്യേകത, അതുപോലെയൊക്കെ ആയിരുന്നു. പക്ഷേ 7ാമത്തെ പ്രാവശ്യം ആ നദിയിൽ പൊങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അത്ഭുതകരമായ സൗഖ്യം അവൻ്റെ മുഖത്തും ശരീരവും എല്ലാം നോക്കിയപ്പോൾ ഭൃത്യന്മാർക്കൊന്നും വിശ്വസിക്കാൻ വയ്യ. നയമാൻ അവിടെ ചാടി തുള്ളി കാണുമല്ലേ, എന്തോ ഒരു സന്തോഷം. ഇത്രയും വർഷമായിട്ട് സുഖമില്ലാതെ നിന്ന് അവസാനം ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചപ്പോൾ എന്ത് സന്തോഷമായി കാണും നയമാനല്ലേ. എന്ത് വരുന്നതായിരിക്കും നയമാൻ്റെ ഒരു എക്സ്പ്രഷൻ? ഒന്ന് പറയാവോ? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? നിങ്ങൾ കാണിച്ചതുപോലെ കൈ കൊട്ടി ചാടി തുള്ളി നയമാൻ കരയ്ക്ക് കയറി. എന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ ഏലീശ പ്രവാചകൻ്റെ അടുത്ത് പോയി. എന്തിനാണെന്നറിയാവോ? നന്ദി പറയാൻ വേണ്ടി ഏലീശ പ്രവാചകൻ്റെ അടുത്ത് പോയി. ആര്? നയമാൻ. അങ്ങനെ നയമാൻ വന്ന് പറഞ്ഞ സാക്ഷ്യം എന്താണെന്നറിയാവോ? ഇതുപോലെ ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഇസ്രായേലിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു ദൈവം ഉള്ളൂ. നയമാനെ ഇവിടം വരെ എത്തിച്ച് ഈ സൗഖ്യം വരാൻ കാരണമായത് ആരാണ്? ആർക്കെങ്കിലും പറയാമോ? വെരി ഗുഡ്. ഇസ്രായേലിലുള്ള ആ കൊച്ചു പെൺകുട്ടി
നയമാൻ്റെ വീട്ടിൽ ജോലി ചെയ്ത ആ കൊച്ചു പെൺകുട്ടി പറഞ്ഞത് കാരണമാണ് ഈ നയമാൻ ഇവിടം വരെ വരാനും ഈ സൗഖ്യം പ്രാപിക്കാനും കാരണമായി തീർന്നത്. അതുകൊണ്ട് കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലെ ആകാൻ കഴിയും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എന്തോ ചെയ്യണം നിങ്ങൾ? ആരെങ്കിലും സുഖമില്ലാതിരിക്കും, നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ പപ്പയോ മമ്മിയോ അവരുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ അടുത്തുള്ള വീട്ടിലുള്ളവരോ ആർക്കെങ്കിലും സുഖമില്ലാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കാം, ആ ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ നയമാൻ വിശ്വാസത്തോടെ പുറപ്പെട്ടല്ലേ, അവർക്ക് അറിയത്തുപോലുമില്ല ഈ എലീശ ആരാ, ഈ രാജ്യം ആരാ, ഇങ്ങനെയുള്ള ദൈവമുണ്ടോ, ഇതൊന്നും ആർക്കറിയത്തില്ല. നയമാൻ അറിയത്തില്ല. പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞ ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അതുപോലെ ആ നയമാൻ്റെ ഭാര്യ ചെന്ന് നയമാനോട് പറഞ്ഞിരിക്കണം. തീർച്ചയായും ആ വിശ്വാസം നയമാനിലും വന്നിരിക്കണം. അങ്ങനെ ആ വിശ്വാസത്തോട് പോയതുകൊണ്ടാണ് ഈ നയമാന് സൗഖ്യം വരാൻ കാരണമായി തീർന്നത്. അപ്പോൾ നമ്മൾ സേവിക്കുന്ന ദൈവമായ കർത്താവ് ആരാണ്? നമ്മുടെ യേശുപ്പച്ചൻ ആരാണ്? ഇന്നും സൗഖ്യം നൽകാൻ കഴിവുള്ള ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരോട് പറയണം, നിങ്ങളുടെ അടുക്കൽ വരുന്നവരോട് പറയണം, അവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയണം. അപ്പോൾ നിങ്ങളെക്കുറിച്ചെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ നയമാൻ അങ്ങനെ സൗഖ്യമായി സന്തോഷത്തോടെ രാജ്യത്തിൽ മടങ്ങിപ്പോയി. ആ പെൺകുട്ടിയോടും നയമാന് നന്ദിയുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിച്ചത് ഇസ്രായേലിലെ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു, ആ നയമാനെക്കുറിച്ച് പറഞ്ഞു, നയമാൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു, അരാം രാജ്യത്തിൻ്റെ രാജാവിനെക്കുറിച്ച് പറഞ്ഞു, ഇസ്രായേലിലെ രാജാവിനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഏലിശ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ യോർദാൻ നദിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ നയമാൻ്റെ ഭൃത്യൻ നിർബന്ധിച്ച നയമാൻ്റെ ഭൃത്യനെക്കുറിച്ച് പറഞ്ഞു. ഇവരെല്ലാം ഈ സ്റ്റോറിയിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട ക്യാരക്ടേഴ്സാണ് ഇവരെല്ലാവരും. ഓക്കെ, അന്നേരം ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയാൻ റെഡി ആയിട്ടിരിക്കണം. മറ്റുള്ളവരോട് ആർക്കെങ്കിലും പ്രയാസം വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. ഓക്കെ കൂട്ടുകാരെ, എത്ര പേർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു? ആ കൊച്ചു പെൺകുട്ടിയെ പോലെ എത്ര പേർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ യേശുവിനെക്കുറിച്ച് പറയാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്? ഓക്കെ, വെരി ഗുഡ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കടുത്ത് പെട്ടെന്ന് തന്നെ മനപ്പാഠവാക്യത്തിലേക്ക് പോകാം. ഇന്ന് നമ്മൾ വീണ്ടും സങ്കീർത്തനത്തിലേക്ക് വരികയാണ്. സങ്കീർത്തനങ്ങൾ 103:3 പറഞ്ഞേ. സങ്കീർത്തനങ്ങൾ 103:3. അവിടുന്ന് നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ആരാണ്? അവിടുന്ന് നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. സങ്കീർത്തനങ്ങൾ 103:3. ചെറിയ ഒരു വാക്യം അല്ലേ? എല്ലാവരും പെട്ടെന്ന് ഒരുമിച്ച് പറഞ്ഞേ. റെഡി, 1 2 3 ഗോ. വെരി ഗുഡ്. സങ്കീർത്തനങ്ങൾ 103:3. അവിടുന്ന് നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അതിൽ ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് കടന്നു വരാം. കുഷ്ഠരോഗിയായ പട്ടാളക്കാരൻ്റെ പേരെന്താണ്? ആരാദ്യ ഉത്തരം പറയുന്നത്? വെരി ഗുഡ്, നയമാൻ. ഏലിശ പ്രവാചകനെക്കുറിച്ച് ആരാണ് നയമാനോട് പറഞ്ഞത്? നയമാൻ്റെ ഭാര്യയാണോ? അല്ല, പിന്നെ ആരാ? നയമാൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി ആരായിരുന്നു? ഇസ്രായേൽ പെൺകുട്ടി. ഓക്കെ, എന്ത് ചെയ്തപ്പോഴാണ് നയമാന് സൗഖ്യം ലഭിച്ചത്? യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ. ഓക്കെ, അടുത്തത് മാച്ച് ദ ഫോളോയിങ്, ചേരുന്നവ യോജിപ്പിക്കുക. ആദ്യത്തെ കൊച്ചു പെൺകുട്ടിയാണ്. താഴെ കാണുന്ന ആരായിരിക്കും? നയമാനായിരിക്കും. അപ്പുറത്തെ സൈഡിൽ ഏതൊക്കെയാ? ഒരു നദിയുണ്ട്, അതിൻ്റെ താഴെ ഏലിശ പ്രവാചകനായിരിക്കും. അപ്പോൾ കൊച്ചു പെൺകുട്ടി, ഏലിശ പ്രവാചകൻ മാച്ചിങ് ആണ്. നയമാനും ആ നദിയും മാച്ചിങ് ആണ്. ഇനി അടുത്തൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അത് ഡോട്ട്സ് നിങ്ങൾ യോജിപ്പിക്കുക. അടുത്ത ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്നു. ഏലിശ പ്രവാചകനെ കുറിച്ച് നയമാനോട് ആരാണ് പറഞ്ഞത്? പെൺകുട്ടി. ഓക്കെ, അടുത്തൊരു മനോഹരമായ പിക്ചറുണ്ട്. നിങ്ങളുടെ ക്ലാസ് റൂമിലും ആ ആക്ടിവിറ്റി വരും. പെട്ടെന്ന് തന്നെ കളർ അടിച്ച് നിങ്ങൾ അയയ്ക്കുക. അടുത്ത മനപ്പാഠവാക്യം ആ ഡോട്ട് യോജിപ്പിച്ച് താഴെ നിങ്ങൾ എഴുതുക. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും മനപ്പാഠവാക്യം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ബൈ ഹാർട്ടാക്കി റെഡിയാക്കി എല്ലാവരും കടന്നു വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കടന്നു വരാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സൺഡേ സ്കൂൾ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചേ.
എല്ലാവരും കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവെ ആ കൊച്ചു പെൺകുട്ടിയെ പോലെ കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ കർത്താവ് എന്നെയും സഹായിക്കണേ എന്ന് എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. സർവശക്തനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായ സ്തോത്രം. ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളുമായി ദിവസത്തിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇന്ന് പകൽക്കാലം ഈ ക്ലാസ്സിൽ സംബന്ധിച്ച് എല്ലാ കുഞ്ഞുങ്ങൾക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം അവർ പഠിച്ച ആ മനപാഠവാക്യങ്ങൾ, ആ പാഠഭാഗം അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ, വളർന്നു വരുമ്പോൾ അവരുടെ ഭാവിക്ക്, അവരുടെ ജീവിതത്തിന് അതൊരു അനുഗ്രഹമായി തീരുവാൻ, അനേകരോട് യേശുവിനെക്കുറിച്ച് പറയുവാൻ ഈ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിച്ച് ബലപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ സഹായിക്കണം. അവരുടെ കുടുംബങ്ങളെയെല്ലാം പകൽക്കാലം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഗോഡ് ബ്ലെസ് യു.